ഉച്ചവരെ കാത്തിരിക്കൂ. പാകിസ്ഥാനോട് ഇന്ത്യ പറഞ്ഞത് എന്താണ്? ഓപ്പറേഷൻ സിന്ധൂറിലെ നിർണായക രഹസ്യം വെളിപ്പെടുത്തി മുൻ CDS ജനറൽ അനിൽ ചൗഹാൻ രംഗത്ത്. ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ സമീപകാല സൈനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഓപ്പറേഷനുകളിൽ ഒന്നാണ്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യൻ മണ്ണിലേക്ക് ഭീകരരെ അയച്ചാൽ അതിന് കനത്ത തിരിച്ചടി ലഭിക്കുമെന്ന സന്ദേശം ലോകത്തിന് മുന്നിൽ വ്യക്തമായി തന്നെ നൽകിയ ഈ സൈനിക നടപടിയുടെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലാത്ത നിർണായക വിവരമാണ് ഇപ്പോൾ മുൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂർ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ 2025 മെയ് 10 രാവിലെ പാകിസ്ഥാൻ സൈന്യം അടിയന്തരമായി തന്നെ ഇന്ത്യൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസുമായി തന്നെ അഥവാ DGMOയുമായി തന്നെ ഇവിടെ ഹോട്ട് ലൈനിലൂടെ ബന്ധപ്പെടുകയായിരുന്നു എന്നതാണ് അനിൽ ചൗഹാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സംഘർഷം അവസാനിപ്പിക്കണമെന്നും ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്നതായിരുന്നു പാകിസ്ഥാന്റെ അഭ്യർത്ഥന. എന്നാൽ ഇന്ത്യയുടെ മറുപടി പാകിസ്ഥാനെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ഉച്ചവരെ കാത്തിരിക്കൂ എന്നതായിരുന്നു ഇന്ത്യയുടെ മറുപടി. ഇപ്പോൾ ആ മറുപടിക്ക് പിന്നാലെ അതിനുള്ള തന്ത്രമാണ് അനിൽ ചൗഹാൻ വെളിപ്പെടുത്തിയിരിക്കുന്നതും. അതൊരിക്കലും സമയം നീട്ടാനുള്ള നയതന്ത്ര മറുപടിയായിരുന്നില്ല. ഇന്ത്യ മുൻകൂട്ടി തയ്യാറാക്കിയ സൈനിക ലക്ഷ്യങ്ങളിൽ പകുതിയിലധികം ആക്രമണങ്ങളും അപ്പോഴേക്കും തന്നെ പൂർത്തിയായിരുന്നില്ല. അതിനാൽ തന്നെ നിശ്ചയിച്ചിരുന്ന എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കിയ ശേഷമേ വെടിനിർത്തലിന് തയ്യാറാകൂ എന്ന ഉറച്ച തീരുമാനമായിരുന്നു ഇവിടെ ഇന്ത്യ സ്വീകരിച്ചതെന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ അവിടെ വികാരഭരിതമായിരുന്നില്ല. കൃത്യമായ ആസൂത്രണത്തോടെയും ആ നിശ്ചിത ലക്ഷ്യത്തോടെയും ഉള്ളതായിരുന്നു. ആക്രമണം ആരംഭിച്ച ശേഷം അതിന്റെ പകുതി പോലും പൂർത്തിയാക്കാതെ യുദ്ധവിരാമത്തിന് വഴങ്ങാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. ഓപ്പറേഷൻ സിന്ധൂരിലൂടെ തന്നെ ഇന്ത്യ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടതായും ഭാവിയിൽ അവിടെ അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഭീകരാക്രമണങ്ങൾക്കെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന പുതിയ സൈനിക സമീപനത്തിന്റെ മാതൃകയായിരുന്നു ആ ഓപ്പറേഷൻ എന്നും പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അതേസമയം ജനറൽ അനിൽ ചൗഹാന്റെ ഈ വെളിപ്പെടുത്തൽ ഇന്ത്യയുടെ സൈനിക തീരുമാനങ്ങൾ എത്രമാത്രം ആസൂത്രിതവും ലക്ഷ്യബോധമുള്ളതുമാണ് എന്നതാണ് ഇവിടെ വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത്. വെടിനിർത്തലിന് മുൻപേ തന്നെ ദൗത്യം പൂർത്തിയാക്കുക എന്ന സൈനിക തത്വമാണ് ഇന്ത്യ അന്ന് പിന്തുടർന്നതെന്നും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ധൂറിന്റെ 1ാം വാർഷികം പിന്നിടുമ്പോൾ പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ സൈനിക ബന്ധങ്ങളുടെ ചരിത്രത്തിലെ തന്നെ നിർണായക അധ്യായമായി തന്നെ മാറുകയാണ്. മെയ് 9 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ത്യയെ പരാജയപ്പെടുത്തും എന്ന വീരവാദം മുഴക്കിയ പാകിസ്ഥാന് നേരം പുലർന്നപ്പോൾ വെടിനിർത്തൽ അപേക്ഷിച്ചത് തനിക്ക് ആശ്ചര്യകരമായി തോന്നിയെന്നും മുൻ ജനറൽ കൂടിയായ അനിൽ ചൗഹാൻ പറയുന്നു. മെയ് 9 രാത്രി മുതൽ തന്നെ പിറ്റേന്ന് ഉച്ചവരെ ഉച്ചയ്ക്ക് അതായത് ഇന്ത്യ പാകിസ്ഥാന്റെ 11 സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. ശത്രുവിന്റെ വ്യോമതാവളങ്ങളിലെ ഹാങ്ങറുകൾ, റഡാർ സെന്ററുകൾ, നിരവധി യുദ്ധവിമാനങ്ങൾ എന്നിവയ്ക്ക് ഇന്ത്യൻ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ആക്രമണം സംഭവിച്ച ചില സൈനിക കേന്ദ്രങ്ങളിൽ ഇന്നും അറ്റകുറ്റപ്പണികൾ നടക്കുന്നതായും അദ്ദേഹം പേര് ഉൾപ്പെടെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയും ആക്രമണം തുടർന്നാൽ കൂടുതൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന തിരിച്ചറിവാണ് പാകിസ്ഥാന്റെ വെടിനിർത്തൽ അതിനെ പ്രേരിപ്പിച്ചതെന്നും അനിൽ ചൗഹാൻ വെളിപ്പെടുത്തി. പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായിട്ടാണ് ഇന്ത്യ പാക് ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതും. തുടർന്ന് പാക് സൈന്യവും തിരിച്ചടിക്ക് ഒരുങ്ങിയതോടുകൂടിയാണ് പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടത് എന്നതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.